ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ്. നമ്മൾ ഈ ഒരു ചിക്കൻ കറിക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും നമ്മൾ ഇടുന്നില്ല. ഇത് നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കിയാലോ. ഒരു പിടി മല്ലിയില, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും, പച്ചമുളക് 4 അത് എരിവിന് ആവശ്യത്തിനാണ്, ഒരു തക്കാളിയുടെ പാതി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്താലോ. മല്ലിയില, 2 കഷ്ണം കൊച്ചുള്ളി, 2 കഷ്ണം വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർക്കണം. ഇനി ആവശ്യത്തിന് കുരുമുളകും കുറച്ച് ചിക്കൻ മസാലയും തൈരും കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. തൈര് എടുക്കുമ്പം പുളിപ്പില്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ചിക്കൻ നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരമണിക്കൂർ ഇതൊന്ന് അടച്ച് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. ഏലക്ക, ഗ്രാമ്പു, പട്ട, ഇതെല്ലാം നമുക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, പച്ചമുളക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. വേറൊരു മസാല നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. സവാളയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല എല്ലാം ചിക്കനിലോട്ടൊന്ന് ആക്കിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പം ചിക്കനിലുള്ള വെള്ളം എല്ലാത്തിലോട്ട് ആയിക്കോളും.
നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഗ്രേവി ഇത്രേ ആകാവൂ. നമ്മൾ അഡീഷണലായിട്ട് വേറെ വെള്ളം ഒഴിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ ചെയ്യണം. ഇത് നല്ല സൂപ്പറാണ്. ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ.